വെൽക്കം ടു കൊച്ചിൻ സീഫുഡ് ഹോട്ടൽ. എൻ്റെ പേര് ഷിജോ എന്നാണ്, എക്സിക്യൂട്ടീവ് ഷെഫാണ്. നമ്മൾ അടിക്കാൻ പോകുന്ന ഡിഷ് ബീഫ് കുർക്കുറ. നമ്മുടെ ഫെസ്റ്റിവലിൻ്റെ വെറൈറ്റി ഒരു ഡിഷാണ്. ബീഫ് നല്ല ഡ്രൈ ആയിട്ട് നമ്മൾ മസാല ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. അതിന് വേണ്ട സാധനങ്ങൾ ക്രഷ്ഡ് ചില്ലിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. സ്പൈസി ആണെങ്കിലും പോലും നമ്മൾ വേറെ പൗഡേഴ്സ് ഒന്നും ഇടുന്നില്ല. പിന്നെ ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ ജിഞ്ചർ ഗാർലിക്, ഗ്രീൻ ചില്ലി, ഒനിയൻ സ്ലൈസ്, കറിവേപ്പില നന്നായി ചോപ്പ് ചെയ്ത്, കുറച്ച് ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, അല്പം ക്രഷ് ചില്ലി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അല്പം വെളിച്ചെണ്ണയിൽ നമ്മൾ ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ബീഫ് ലൈറ്റ് മസാലയാണ്. ഇപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് മസാല ഇട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരുന്ന മീറ്റാണ്. അതിനുശേഷം നമ്മൾ ലൈറ്റായിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മസാല ഇട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് കറിവേപ്പിലയും ഇന്ത്യൻ മസാലകളും നമുക്ക് ജസ്റ്റ് ക്രഷ് ചില്ലിയും ചേർത്ത് മിക്സ് ആക്കാം. കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. ജസ്റ്റ് ഡീപ് ഫ്രൈ ആണ്. നമ്മൾ ഓൾറെഡി കുക്ക് ആയതുകൊണ്ട് നമ്മൾ ആ ക്രിസ്പി കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ലൈറ്റ് മസാല ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് തന്നെ ഡിഷിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു കുർക്കുറ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കറുകുറു ഇങ്ങനെ കടിച്ച് തിന്നുന്ന ഒരു ഇതാണ്. ജസ്റ്റ് നന്നായി നല്ല ഒരു ഡീപ് ഫ്രൈ ആയ ശേഷം നമ്മളിപ്പോൾ അതിൽ കറിവേപ്പിലയും എല്ലാ സാധനവും നമ്മൾ ചോപ്പ് ചെയ്തിട്ട് നല്ല മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നുകൂടി വരട്ടിയെടുക്കാം. അതിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. പിന്നെ റെഡ് ചില്ലി, പെരിഞ്ജീരകം നമ്മൾ ഓളായിട്ടാണ് ഇടുന്നത്, ഗാർലിക് ചോപ്പ് ചെയ്തത്, പച്ചമുളക്, ഇഞ്ചി ജൂലിയം കട്ട് ചെയ്തത്, നന്നായിട്ട് കറിയിലിട്ടിട്ട് നന്നായി വരറ്റാം. ശേഷം ഒനിയൻ സ്ലൈസ് ചെയ്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഒനിയനും റെഡ് ചില്ലിയും പച്ചക്കളറും ചുവപ്പ് കളറും എല്ലാവരും കൂടി നമ്മൾ ഒനിയനൊക്കെ എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ അല്പം കാശ്മീരി ചില്ലി പൗഡർ, ക്രഷ്ഡ് ചില്ലി, കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, അല്പം ഗരം മസാല, അല്പം മല്ലിപ്പൊടി, അല്പം ഉപ്പ്. ഓൾറെഡി മസാല നമുക്ക് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് ഡ്രൈ ആയി നല്ലൊരു മുറുക്കവും ആ ഫ്രൈ ചെയ്തതിൻ്റെ മുറുക്കവും ഇതിൻ്റെ കിടന്ന് നന്നായിട്ട് സോട്ട് ചെയ്ത് നല്ല മസാലയൊക്കെ കിടന്ന് കുക്കായതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. വീട്ടിൽ നമുക്ക് നല്ലൊരു ഡിഷാണ്, നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഡിഷാണ്. ഫ്രൈ ചെയ്തിട്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളുള്ളൂ. പിന്നെ നമുക്ക് ഉണ്ടാകുന്ന ഇന്ത്യൻ മസാലകൾ മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് മസാലയൊന്നുമില്ല. വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒറ്റൊരു ഡിഷാണ്. ഇപ്പോൾ നമ്മുടെ സീഫുഡിൽ, കൊച്ചിൻ സീഫുഡ് ഹോട്ടലിൽ ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു ഡ്രൈ ഡിഷാണ് ബീഫ് കുർക്കുറ.